ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി 6ാമത്തെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ 6ാമത്തെ ക്ലാസ് എന്താ വെച്ചാൽ ഇത് 4 ഇപ്പോൾ ബീഡ്സ് വർക്കായി. പിന്നെ മുന്നേ ഒന്ന് എന്തൊക്കെ കാര്യങ്ങൾ മെറ്റീരിയലും കാര്യങ്ങൾക്ക് വേണ്ടെന്നില്ല ആദ്യം ഒരു വീഡിയോ ഇട്ടുണ്ട്, അതും കൂട്ടിയിട്ടാണ് 5 വീഡിയോ. അടുത്തത് വരുന്നത് 6ാമത്തെ വീഡിയോ ആണ് കേട്ടോ. നമുക്കിതിൽ നമ്മൾ സീക്വൻസി വർക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഇതാ നീഡിൽ ത്രെഡ് ഇതുപോലെ മുകളിലോട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയും സമയം നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ ഈ നീഡിൽ ബീഡ്സ് കോത്ത് കൊടുത്തിട്ടാണല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഈ സീക്വൻസി വർക്ക് എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഒരു സീക്വൻസി എടുത്തിട്ട് ഇവിടെ വെക്കുക, ജസ്റ്റ് ഇതാ ഇവിടെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ഈ ത്രെഡ് എടുക്കുക, ത്രെഡ് എടുത്തിട്ട് ത്രെഡ് ഇതുപോലെ വലിച്ച് ചെറുതാക്കുക. എന്നിട്ട് ഈ സീക്വൻസിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾസ് ഉണ്ട്, ആ ഹോൾസിൻ്റെ ഉള്ളിലേ കൂടി ഇട്ടിട്ട് ഒരു ചെയിൻ പുറത്തെടുക്കുക. ഇത് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതുപോലെ ചെയ്തിട്ട് ഇതാ ആ ചെയിൻ്റെ ഉള്ളിലേ കൂടിയിട്ട് ഒരു ചെയിൻ ഇതുപോലെ എടുക്കുക. അതിന് ശേഷം ഇതാ ഇത് ആദ്യം ഇവിടെ കുത്തിയിട്ട് ഒരു ചെയിൻ മുകളിലോട്ട് എടുക്കുക. ജസ്റ്റ് സൂമാക്കി കാണിച്ചു തരാം. ഇതുപോലെ എടുക്കുക. ഇതാ ഒരു സീക്വൻസ് എടുക്കുക, സീക്വൻസ് എടുത്തിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ത്രെഡിനധികം നീളം വെക്കണ്ട കേട്ടോ, ചെറിയൊരു നീളം വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ത്രെഡ് താഴത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ചെയിൻ ആ ഹോൾസിൻ്റെ ഉള്ളിലേ കൂടി വേണം എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നീങ്ങി പോവുകയൊക്കെ ചെയ്യും, അതിന് ബുദ്ധിമുട്ടുണ്ടാവും ചെയ്യാൻ. പിന്നെ ചെയ്താകുമ്പോൾ സെറ്റ് ആയിക്കോളൂ കേട്ടോ. ഇതുപോലെ ത്രെഡ് എടുക്കുക. അതിന് ശേഷം ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അവിടുന്ന് ഒരു ചെയിൻ എടുക്കാം. അവിടുന്ന് ചെയിൻ എടുത്തതിന് ശേഷം അവിടെ ആദ്യം ഇതാ ഒരു സീക്വൻസ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു സീക്വൻസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ ത്രെഡ് എടുക്കാം, താഴത്തേക്ക് ഇട്ടിട്ട് ഇതാ ചെയിൻ എടുക്കാം. എന്നിട്ടിതാ ആദ്യം ഇപ്പുറത്ത് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാളും കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പറയുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആവണമെന്നില്ല, അതിനേക്കാളും ഇത് ചെയ്ത് കാണുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കേട്ടോ. ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ ഈ സീക്വൻസ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത ഡിസൈൻ വരുന്നത് അടുത്ത വർക്ക് വരുന്നത് പിന്നെ ബീഡ്സാണ്. വലിയ ബീഡ്സും അതുപോലെ ചെറിയ ബീഡ്സും വെച്ചിട്ടുള്ള ഒരു ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്.